ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് വീഡിയോ. വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റിയൊരു ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള വയർ എടുത്തിട്ടുണ്ട്. ഇത് എലാസ്റ്റിക് വയറാണ്. 2 ലൈൻ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ചൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു എൻഡ് ഭാഗം ഇത് അയക്കാനുള്ളൊരു കെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഉള്ളതാണ്. ഇത് നമ്മൾ എടുത്തിട്ടുള്ള 5 mm ബീഡ്സാണ്. ഇങ്ങനെ ഓരോ ഇടവിട്ട് ഓരോന്നിങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. 2 കളറിൽ, ആഷ് കളറും അതുപോലെ തന്നെ റെഡും 2 ലെയറിലും ഇങ്ങനെ കോർത്തിട്ടുണ്ട്. നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ അളവനുസരിച്ച് നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. ഇത് ലോക്കില്ലാത്തൊരു ബ്രേസ്ലെറ്റാണ്, കൊളുത്തില്ലാത്ത ബ്രേസ്ലെറ്റാണ്. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടാനും അയക്കാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കൊളുത്ത് വെക്കുന്നില്ല. ഈ എലാസ്റ്റിക് ടൈപ്പിലുള്ള ബ്രേസ്ലെറ്റ് കൂടുതലായിട്ടും വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതിന് കൊളുത്തിൻ്റെ ആവശ്യമില്ല, നല്ല ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അളവായിട്ടുണ്ട്. ഒരു ബീഡ് ഏറെയാണെന്ന് തോന്നുന്നത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പം സെൻറ്ററിലൊരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുണ്ട്, ഒരു സിൽവർ കളറുള്ള കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് കെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റും. ഇത് 2 ലെയറാണ്. ഇത് 1 ലെയറാക്കിയും ചെയ്യാം. പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മുമ്പ് ചെയ്ത ഒരു സെറ്റ് ഉണ്ടായിരുന്നൊരു ഉടുപ്പിലേക്കുള്ളൊരു സെറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബ്രേസ്ലെറ്റും കൂടി ചെയ്തത്. ഇതുപോലെ നമ്മളൊരു ചോക്കർ മാല, ഇനി അതുപോലെ തന്നെ സ്പ്രിങ് വള, ഇനി ഒരു ഹെയർ ബാൻഡ്, ഒരു അലിഗേറ്റർ ക്ലിപ്പൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഒരു 40 രൂപക്കൊക്കെ നമുക്ക് എന്തായാലും സെയിൽ ചെയ്യാം. 30-40 രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ സാധനം റെഡിയാവും. ഓക്കെ, താങ്ക് യു.